ഹായ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി വെറും 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ചോക്ലേറ്റ് കേക്ക്. ഈ കേക്ക് തയ്യാറാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡാർക്ക് ഫാൻറ്റസി ബിസ്ക്കറ്റ്, പാൽ, ബേക്കിംഗ് പൗഡർ. ആദ്യം ബിസ്ക്കറ്റ് ഓരോന്നായി എടുത്ത് ഇതുപോലെ കൈകൊണ്ട് ചെറിയ പീസുകളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇടുക. ഞാൻ കേക്ക് ഉണ്ടാക്കാൻ 3 പാക്കറ്റ് ബിസ്ക്കറ്റ്, അതായത് 18 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ബിസ്ക്കറ്റ് എല്ലാം നന്നായി പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത ബിസ്ക്കറ്റിലേക്ക് ഇനി അല്പം പാല് ചേർത്ത് കൊടുക്കുക. ഞാൻ 3/4 കപ്പ് പാലാണ് ഇതിലേക്ക് ചേർക്കുന്നത്. പാലിൻ്റെ അളവ് കൂടിയാൽ കേക്കിൻ്റെ ബാറ്റർ ലൂസായി പോകും, അതുകൊണ്ട് പാല് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. പാല് അല്പാൽപമായി ചേർത്ത് കൺസിസ്റ്റൻസി റെഡിയാക്കി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുക. ബേക്കിംഗ് പൗഡർ കയ്യിലില്ലെങ്കിൽ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്താലും മതിയാകും. ഇനി നമുക്കെല്ലാം കൂടി നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. കേക്കിനുള്ള ബാറ്റർ റെഡിയായിട്ടുണ്ട്. 1 സ്പൂണിൽ ബാറ്റർ എടുത്ത് ഇതുപോലെ താഴേക്ക് ഒഴിക്കുക. ഒഴിക്കുമ്പോൾ മുറിയാതെ വീഴുന്നെങ്കിൽ കേക്കിൻ്റെ കൺസിസ്റ്റൻസി ശരിയാണ്. ഇനി ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കേക്ക് ടിന്നിലേക്ക് നമ്മുടെ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അഥവാ ബാറ്റർ തിക്കായിട്ടിരിക്കുകയാണെങ്കിൽ അല്പം പാലും കൂടി ചേർത്ത് കറക്റ്റാക്കി എടുക്കുക. എയർ ബബിൾസ് കളയാൻ വേണ്ടി 2-3 തവണ ഇതുപോലെ നന്നായി ടാപ്പ് ചെയ്യുക. ഇനി 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത കുക്കറിലേക്ക് നമ്മുടെ കേക്ക് ടിൻ ഇറക്കി വയ്ക്കാം. കുക്കർ അടച്ച് വെയിറ്റ് ഇട്ട് ഏകദേശം 30 മുതൽ 40 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി കുക്കർ തുറന്ന് നോക്കാം. ഡാർക്ക് ഫാൻറ്റസി വെച്ച് നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് നല്ല പ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഉണ്ടാക്കാൻ വളരെ സിമ്പിളുമാണ്. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.